വിപ്ലവ പാർട്ടികളുടെ നേതാക്കളെ നിങ്ങൾക്ക് കണ്ണിൽ ചോരയുണ്ടോ? സ്വന്തം മകനെ നെഞ്ചോട് ചേർത്ത് ഒരമ്മ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പൊതിര തല്ലുമ്പോൾ സാധാരണ ഉണ്ടാവുന്നത് പോലെ ഇതൊക്കെ എത്ര കണ്ടതാണ് എന്നല്ല പറയുക. കണ്ണിൽ നിന്നും കണ്ണീരിനു പകരം പൊടിയുന്നത് ചോരയാണ്. അമ്മയെ വിശക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സാറേ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ആ മാതൃത്വം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മുൻപിൽ കടക്ക് പുറത്ത് എന്ന് പറയാൻ പിണറായിയുടെ നാവ് പൊങ്ങില്ല. കാരണം ഈ സമരം നയിക്കുന്നത് ആശമാരാണ്. 1000 പേർക്കൊരാശ എന്ന വലിയ പ്രഖ്യാപനത്തിൽ വിരിഞ്ഞ മാലാഖമാർക്ക് തുല്യമായ സ്ത്രീകൾ, തുച്ഛ ശമ്പളത്തിന് പണിയെടുക്കുന്നവർ, ശമ്പളമോ കൃത്യമല്ല കൊടുക്കാമെന്ന് പറഞ്ഞ ഓണറേറിയമോ അതുമില്ല. അവിടെ പിണറായിക്ക് മുൻപിൽ രാപ്പകലുകളില്ലാതെ സമരമിരിക്കാനല്ലാതെ യാതൊരു മാർഗവും ഇവർക്ക് മുന്നില്ല. അടുപ്പ് പുകയാൻ വേണ്ടി മാത്രമാണ് അവർ സമരമിരിക്കുന്നത്. വിശപ്പ് മാറ്റാൻ വേണ്ടിയാണ് അവർ തങ്ങളുടെ വിപ്ലവ പാർട്ടിയുടെ നേതാക്കളെ എന്ന ചോദ്യം മാത്രം ഇപ്പോൾ ഇവർ ചോദിക്കുന്നത്. ഖജനാവ് കാലിയാണെന്ന പതിവ് പല്ലവി നിർത്തണം പിണറായി. കണ്ടോ സാറേ, ഇവർക്ക് ആഹാരം കൊടുക്കണ്ടേ? അമ്മേനെ വിശക്കുന്നെന്ന് പറയില്ലേ? കണ്ണി ചോരയുണ്ടോ ഇവർക്ക്? ഇവര് സ്ത്രീയാണോ വീണ ജോർജ്? മുഖ്യമന്ത്രിക്ക് കണ്ണി ചോരയുണ്ടോ? ഇവര് വിപ്ലവ പാർട്ടിയുടെ നേതാക്കളല്ലേ? എന്റെ മകന്റെ ആഹാരം എന്താ? എന്റെ കൊച്ചിന് ആഹാരം എന്താ? തീർച്ചയായിട്ടും ഗവൺമെന്റ് വഞ്ചിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സമരവും ഞങ്ങൾ ശക്തമായി തുടരും. ഫെബ്രുവരി 20-ാം തീയതി 10,000-കണക്കിന് ആശമാർ, കേരളത്തിലെ 27,000-ഓളം വരുന്ന ആശമാരും സെക്രട്ടേറിയറ്റിലേക്ക് എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ സമരം തുടരും, രാപ്പകൽ സമരം തുടരും, അത് ശക്തമായി തുടരും.